കണ്ണിന് തിമിരം ബാധിച്ചവർക്കും കണ്ണിന് കാഴ്ച കുറഞ്ഞവർക്ക് ഷോർട്ട് സൈറ്റ് ലോങ് സൈറ്റ് അങ്ങനെ കണ്ണിനെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പൊന്നാങ്കണ്ണി ചീര പലതുണ്ടോ അതോ ഒരെണ്ണം തന്നെയാണോ എല്ലായിടത്തും ഇത് അവൈലബിൾ ആണോ എന്നുള്ള സംശയം പലർക്കും ഇന്ന് ഉണ്ട്. ചീര ഭയങ്കര റെയറാണ്, എല്ലായിടത്തും ഇത് അവൈലബിൾ അല്ല. ഇത് രണ്ടും കളറിൽ എന്തുകൊണ്ടാണ് പൊന്നാങ്കണ്ണി ചീര നിൽക്കുന്നത്? ഏറ്റവും ഗുണമുള്ള ഒന്നാണിത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എൻ്റെ പേര് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയർ ആയിട്ടുള്ള ഒരു ചീരയെ പറ്റി നിങ്ങളുടെ മുമ്പിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. പൊന്നാങ്കണ്ണി ചീരയുടെ റെസിപ്പിയും കാര്യങ്ങളും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഇതാണ് ആ ചീര. ഇത് പൊന്നാങ്കണ്ണി ചീര എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് ഭയങ്കര വിശേഷങ്ങളേറിയ ഒന്നാണ് ഈ ചീരയ്ക്ക്. അതായത് നമ്മുടെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന് തിമിരം ബാധിച്ചവർക്കും കണ്ണിന് കാഴ്ച കുറഞ്ഞവർക്കും ഷോർട്ട് സൈറ്റ് ലോങ് സൈറ്റ് അങ്ങനെ കണ്ണിനെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും റെഡ്യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ചീര. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള പല രോഗങ്ങൾക്കും ശമനം ഉണ്ടാവുന്ന ഒന്നാണ് ഈ ചീര. അതായത് കോൺസ്റ്റിപ്പേഷൻ, തലവേദന, നമ്മുടെ സ്കിൻ പ്രോബ്ലംസ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഹെയർ ലോസ്, ഇത് കാച്ചി എണ്ണ തേക്കുവാണെങ്കിൽ നമ്മുടെ ഹെയർ ലോസ് വരെ കുറയാനായിട്ട് ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഗുണമേന്മയേറിയ ഒന്നാണ് ഈ ചീര. ഓർമ്മശക്തി കുറഞ്ഞവർക്ക് വരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഈ ചീര. ഈ ചീര ഭയങ്കര റെയറാണ്, എല്ലായിടത്തും ഇത് അവൈലബിൾ അല്ല. ഇതിന് മാർക്കറ്റിൽ നല്ല റേറ്റ് വരുന്നതാണ്. ഞാനൊരു യൂട്യൂബിലെ വീഡിയോയിൽ ഒരാൾ പറയുന്നത് കേട്ടാണ് കിലോയ്ക്ക് 3000 രൂപ വരെ വിൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തുന്ന ഒരു ചീരയാട്ടോ ഈ ചീര. ഈ ചീരയ്ക്കകത്ത് ഇങ്ങനൊരു പൂക്കളുണ്ട്, വളരെ റെയറായിട്ടാണ് ഈ പൂക്കളൊക്കെ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. നമ്മൾ ഇച്ചിരി മൂത്തത് കൊണ്ടാണ് ഈ പൂക്കൾ ഉണ്ടാവുന്നത്. നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ നട്ട് വളർത്തിയിട്ടുണ്ട്. നമ്മളിതുപോലെ തന്നെ കണ്ണിന് കാഴ്ച കുറവ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് അതിന് ആ പ്രോബ്ലംസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊറിയർ സർവീസിലൂടെ വരുത്തിയിട്ട് വീട്ടിലിൻ്റെ ചുറ്റും നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഒന്നാണ് ഈ ചീര. ഭയങ്കര ഗുണമാണ് ഈ ചീര. നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും ഈ ചീര അവൈലബിൾ ആണ്. പക്ഷേ ഇത് ഒറിജിനൽ ആണോ അല്ലയോ എന്ന് പലർക്ക് സംശയമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്, ചില ഇടത്ത് ഇത് പച്ച കളറിൽ, ചില സ്ഥലങ്ങളിൽ ഇത് പിങ്ക് കളറിലുമാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലടിക്കാത്ത സ്ഥലങ്ങളിൽ പച്ച കളറിലും വെയിലടിക്കുന്ന സ്ഥലങ്ങളിൽ ഇതൊരു സൈസ് പിങ്ക് കളറിൽ നിൽക്കും. ഇതാണ് ഒറിജിനൽ പൊന്നാങ്കണ്ണി ചീര എന്നാണ് പറയുന്നത്. നമ്മൾ ഒറിജിനലായിട്ട് വിൽക്കുന്നിടത്തു നിന്ന് തന്നെ കൊറിയർ സർവീസിൽ വരുത്തിയിട്ട് ആ തൈ വീടിന് ചുറ്റും പിടിപ്പിച്ചേക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ തണ്ട് പിങ്ക്, ലീഫ് വന്നിട്ട് ഗ്രീനുമാണ്. ഇതാണ് ഒറിജിനൽ പൊന്നാങ്കണ്ണി ചീര. പിന്നെ ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത് ഇങ്ങനെയാണ്. പച്ച കളർ വരുന്നത് വെയിലേക്കാത്തത് കൊണ്ടാണ്. വെയിലത്ത് വെക്കുന്തോറും ഈ ഒരു കളറിലാണ് ഈ ചീര വരുന്നത്. നമ്മുടെ മെമ്മറി ലോസ് ഒക്കെ ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾക്കും ഇതൊരു പരിഹാര മാർഗ്ഗമാണ്. അതായത് കോൺസ്റ്റിപ്പേഷൻ, മൂലക്കുരു പോലുള്ള അസുഖങ്ങൾ, മെമ്മറി ലോസ്, നമ്മുടെ താരൻ, ഹെയർ ലോസ് പ്രോബ്ലംസ്, അതുപോലെ തന്നെ മുഖത്തെ ആക്നെ പ്രോബ്ലംസ്, അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ചീര നല്ലതാണ്. ഈ ചീര നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആണ്. നമുക്കിത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ കാണാം. നമ്മൾ ഈ ചീര വെച്ച് തോരൻ വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് തോരൻ വെക്കുക, അതുപോലെ തന്നെ ഈ ചീരയുടെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കാണാം. ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. പല യൂട്യൂബേഴ്സും പറയുന്നതും കേട്ടു, ഇതാണ് യഥാർത്ഥ പൊന്നാങ്കണ്ണി ചീര, അല്ലെ അതാണ് യഥാർത്ഥ പൊന്നാങ്കണ്ണി ചീര എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ പൊന്നാങ്കണ്ണി ചീര ഒരു തരത്തിൽ മാത്രമേ ഉള്ളൂ. ഇതിന് വരുന്ന വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ ചിലയിടത്ത് പച്ച കളറിലും ചിലയിടത്ത് പിങ്ക് കളറിലും ഇത് നിൽക്കും. ഇതിൻ്റെ കാരണം എന്തെന്നാൽ വെയിലടിക്കാതെ നിൽക്കുന്നത് കൊണ്ടാണ്. പച്ച കളറിലും വെയിലടിച്ച് നിൽക്കുന്ന പൊന്നാങ്കണ്ണി ചീരയ്ക്ക് ലൈറ്റായിട്ടുള്ള പിങ്ക് കളറും ഉണ്ട്. നമ്മുടെ വീട്ടിൽ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ വെയിലടിക്കാതെ നിൽക്കുന്ന, അധികം വെയിലടിക്കും എന്നാലും അധികം വെയിലടിക്കില്ല. കണ്ടോ, ഈ ഭാഗത്ത് നല്ല വെയിലടിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് പിങ്ക് കളറിലും മറ്റേത് പച്ച കളറിലുമാണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞല്ലേ, ഇത് പൊന്നാങ്കണ്ണി ചീര ഒരേ സൈസ് മാത്രമേ ഉള്ളൂ, രണ്ട് രീതിയിലും ഒന്നുമില്ല. ഇതല്പം മൂത്ത് നിൽക്കുന്നതാണ്, അതുകൊണ്ട് അതിനകത്ത് പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. 12 ദിവസം കൂടുമ്പോൾ നമ്മൾ വിളവെടുക്കണം. ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് ആ ഇളം ഇല കിട്ടുന്നത്. ഞങ്ങളിപ്പോൾ തോരൻ വെക്കാൻ വേണ്ടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഇത് ആവശ്യത്തിലേറെ നമ്മുടെ വീട്ടുവളപ്പിൽ വളരുന്നതാണ്. ഭയങ്കര ഗുണമുള്ള ഒന്നാണ്. നമ്മുടെ മെമ്മറി ലോസിനും കണ്ണിനും തിമിരം ബാധിച്ചവർക്ക്, ഷോർട്ട് സൈറ്റ് ലോങ് സൈറ്റ്, അതുപോലെ തന്നെ ഓർമ്മക്കുറവ്, മുടിക്ക് വളർച്ചയ്ക്ക്, മുടി കൊഴിച്ചിലിന്, താരനകറ്റാൻ, മുഖത്തെ പ്രശ്നങ്ങൾക്ക്, മൂലക്കുരു പോലുള്ള എല്ലാ രോഗങ്ങൾക്കും, ഷുഗർ പേഷ്യൻസിനും എല്ലാ രോഗങ്ങൾക്കും ഈ ചീര അടിപൊളിയാണ്. എല്ലാവരും ഇത് മസ്റ്റായിട്ട് കഴിക്കേണ്ട ഒന്നാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടുവളപ്പിൽ സുഖമായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചീരയാണ് ഈ ചീര. എല്ലാവരും ഇതെങ്ങനെയാണ് തോരൻ വെക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ കാണിച്ചു തരാം.
നമ്മുടെ വീട്ടിലെ സാധാ രീതിയിൽ തന്നെയാണ് വെക്കുന്നത്. പക്ഷെ ഞങ്ങൾ വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു. ഇത് നമ്മൾ പറിച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ കൊട്ടയിൽ വെള്ളം ഇങ്ങനെ വാർന്നു പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ ഓരോ ലീഫും നമ്മൾ പറിച്ച് എടുക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞു ഇത് ഇച്ചിരി മൂത്ത് പോയിട്ടുണ്ട്. മൂത്ത് പോകുമ്പോഴാണ് അതിനകത്ത് പൂക്കൾ ഉണ്ടാവുന്നത്. അപ്പം മൂക്കാതെ നിങ്ങൾ 12 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോൾ വിളവെടുക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ സമയമെടുത്ത് ഓരോ ലീഫും എടുത്ത് അടർത്തി ഇടുക. നേരെ മറിച്ച് ഇളം ഇലയാണെങ്കിൽ നമുക്ക് തണ്ട് സഹിതം അരിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. ഇത് തണ്ട് അല്പം മൂത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോ ലീഫായിട്ട് എടുക്കുന്നത്. ഇത്രയുമാണ് നമ്മൾ തോരൻ വെക്കാൻ വേണ്ടി എടുക്കുന്നത്. അത് ഇത്രയും അധികം ഉണ്ട്. ഇത് നന്നായിട്ട് നമ്മൾ കഴുകി എടുത്തതുകൊണ്ട് ഇനി വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നന്നായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. കുരുകുരാന്ന് കട്ട് ചെയ്ത് നമ്മൾ തോരൻ വെക്കാൻ എങ്ങനെയാണോ അരിയുന്നത് ആ രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കുക. കണ്ടോ, ഞാൻ പകുതിയാണ് ഇപ്പം കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അതിന് മുമ്പായിട്ട് ഈ വീഡിയോ ഒന്ന് എടുത്തതാണ്. ഞാൻ ഇതിൽ തണ്ട് ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് തണ്ട് മൂത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തണ്ടും നമുക്ക് അരിഞ്ഞിടാവുന്നതാണ് കേട്ടോ. തണ്ടിന് ഭയങ്കര കട്ടിയായതുകൊണ്ടാണ് ഇടാത്തത്. ഞാൻ എൻ്റെ ഈ കുഞ്ഞിന് വേറെയും ഈ ചീര കൊടുക്കാറുണ്ട്. അപ്പോൾ ഏത് പ്രായക്കാരത് കഴിക്കുന്ന മക്കളാണെങ്കിൽ ഈ ചീര കൊടുക്കാവുന്നതാണ്. അത്രയും ഗുണമുള്ളതായതുകൊണ്ട് മക്കൾക്കൊക്കെ നല്ലതാണ്. ഇതിപ്പോൾ എല്ലാം കഴിഞ്ഞു. എല്ലാം കട്ട് ചെയ്ത് നമ്മളിതുപോലെ ലീഫെല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇത്രയും കിട്ടിയിട്ടുണ്ട്. അത്രയും. പക്ഷേ ഇത്രയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവി കയറ്റി കഴിയുമ്പോൾ ഇതൊട്ടുമില്ല. നമ്മൾ കുരുകുരാന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇത് ഇച്ചിരി പാടാണ് അരിഞ്ഞെടുക്കാനായിട്ട്. കാരണം ഈ ലീഫ് പിടിച്ചെടുക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ല. കാരണം കുട്ടി ഇലകളാണ് അതിനകത്തെല്ലാം. അപ്പോൾ നമ്മളിതുപോലെ ചേർത്ത് പിടിച്ച് നന്നായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഇതാണ് അരിഞ്ഞെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാടൊന്നും കാണില്ല. ഒരു ശകലം മാത്രമേ കാണുകയുള്ളൂ. ഇതിന് തോരൻ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയും പകുതി കാണുകയുള്ളൂ. ഒട്ടും കാണില്ല ഇതിൻ്റെ ബാലൻസ്. അപ്പം നമ്മൾ എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ടോ അത്രത്തോളം ലീഫ് പറിച്ചെടുക്കുക. അതുപോലെ തന്നെ ഇതുപോലെ കുരുകുരാന്ന് അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക എല്ലാവരും. ഇത്രയും ഉണ്ട് നമ്മൾ അരിഞ്ഞെടുത്ത ഒരു തോരൻ. ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ അരിഞ്ഞെടുത്തേക്കുന്നത്. ഇതിനകത്തോട്ട് ആഡ് ചെയ്തേക്കുന്നത് ഇതുപോലെ ഉള്ളിയും പച്ചമുളകും തേങ്ങയും കൂടെയാണ്. എല്ലാം ശകലം എടുത്തിട്ടുള്ളൂ. കാരണം തോരൻ ശകലമേ ഉള്ളായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങയും പച്ചമുളകും ഉള്ളിയും നമ്മളിതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് ചെറിയ ജാറിലോട്ട് എടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുക്കാൻ പാടില്ല. തോരൻ നമ്മൾ വെക്കില്ലേ, ജസ്റ്റ് ചതച്ചെടുക്കുകയുള്ളൂ, അരച്ചെടുക്കുകയില്ല തേങ്ങ ഒട്ടും. ഞാനിവിടെ 3 പച്ചമുളകും 5-6 ഉള്ളിയും കൊടുത്തിട്ടുണ്ട്. അതിന് അതുപോലെ തന്നെ തോരന് ആവശ്യമായിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തേങ്ങയുടെയും ആവശ്യമില്ല കേട്ടോ. ഒരുപാട് തേങ്ങ ആയാൽ തേങ്ങയായിരിക്കും നമുക്ക് തോരന് കടിക്കുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോരനാണ് ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത്. തേങ്ങയുടെ അളവ് കുറച്ച് മതി. അതുപോലെ തന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ, അരച്ചെടുത്തിട്ടില്ല. നമ്മളതുപോലെ തന്നെ നല്ല കട്ടിയുള്ള ഒരു പാത്രമാണ് വെച്ചേക്കുന്നത്. അതിനകത്തോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണയിലോട്ട് നമ്മൾ ചതച്ച തേങ്ങ ഇട്ട് കൊടുത്തേക്കുകയാണ് കേട്ടോ. ചില സ്ഥലങ്ങളിൽ തിരിച്ചരയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏതാണോ ആ ചീരയോ അല്ലെങ്കിൽ ആ പച്ചക്കറി ഏതാണോ അതാണോ ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. അതുപോലെ തേങ്ങ ഒന്ന് ആവി കയറിയതിന് ശേഷമാണ് നമ്മൾ ചീര ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആവി കയറുന്നില്ല, ജസ്റ്റ് ഒന്ന് എണ്ണയെ ചൂടാക്കിയതിന് ശേഷം ചീരയില ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഉപ്പ് ഒഴിച്ചിട്ട് തട്ടിപ്പൊത്തി ഇളക്കിയിട്ടൊന്ന് വെക്കുകയാണ്. ഒരു 5 മിനിറ്റ് മതി ഇത് വേവാൻ. ഒരുപാട് കുക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് ആവി കയറി ഈ ഇലയൊക്കെ നന്നായിട്ട് വെന്ത് നമുക്ക് കറക്റ്റ് പാകത്തിനുള്ള ഇത് കിട്ടും. 5 മിനിറ്റ് കൂടുതൽ ആവശ്യമില്ല. അപ്പോൾ ആദ്യമായിട്ടൊക്കെ വെക്കുന്നവരാണെങ്കിൽ 5 മിനിറ്റ് കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ചീര. അപ്പോൾ ഇത് നമ്മുടെ 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ആവിയൊക്കെ കയറി ഇതുപോലെ ചീര വെന്ത് നമ്മുടെ പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പൊന്നാങ്കണ്ണി ചീര വെച്ചേക്കുന്നത്. നല്ല രുചിയുള്ളൊരു ചീരയാണ്. ഒരുപാട് രുചി എന്ന് പറയാനില്ല, എന്നാലും നല്ല കുഴപ്പമില്ലാതെ നമുക്ക് കഴിക്കാം. പക്ഷേ ഇതിൻ്റെ രുചിയേക്കാൾ ഏറെ ഇതിൻ്റെ ഗുണങ്ങളാണുള്ളത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്യുക. ഒരുപാട് രോഗങ്ങൾക്കും ശമനമുണ്ടാവുന്ന ഒരു ചീരയാണിത്. നമ്മളിതുപോലെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയാനായിട്ട്. ഭയങ്കര ഗുണമുള്ള ചീരയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒന്നാണ് ഈ ചീര. എല്ലാ രോഗത്തിനും അടിപൊളിയാണ്. ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ കാണാം. ടേക്ക് കെയർ.